upper limb and thorax, then followed by abdomen and lower limb, and then finally നമുക്ക് head and neck-ലേക്ക് കയറാം. സെയിം ചൗരസ്യ ഫോളോ ചെയ്ത് ആ ഓർഡറിൽ തന്നെ ഫോളോ ചെയ്ത് പോവാണ്. സോ വി ആർ ബിഗിനിങ് വിത്ത് ഓസ്റ്റിയോളജി പാർട്ട് ഓഫ് ഓസ്റ്റിയോളജി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ about ഓസ്റ്റിയോളജി. Then we are continuing with the upper limb in the osteology part. So first osteology എന്ന് വെച്ചാൽ എന്താണ്? What is osteology? So osteology is a study of bone ആയിരിക്കും osteology എന്ന് പറയുന്നത്. ഡോക്ടർ മിനി ശശിധരൻ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. Okay. So osteology is study of bone ആണ് നമ്മൾ osteology പറയുന്നത്. ആൻഡ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദ ബോൺസ് നമ്മൾ പറയുന്ന പലതരത്തിലുള്ള ബോൺസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അക്കോർഡിംഗ് ടു 4 ക്ലാസിഫിക്കേഷൻ ആണ് ബോൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബോൺസ് ആർ ഡിവൈഡഡ് അക്കോർഡിംഗ് ടു പൊസിഷൻ, ഷേപ്പ്, സ്ട്രക്ചർ, ഡെവലപ്മെന്റ്. അതായത് 4 തരത്തിൽ നമുക്ക് ബോൺസിനെ ക്ലാസിഫൈ ചെയ്ത് പറയാം. അക്കോർഡിംഗ് ടു ദ പൊസിഷൻ, അതിന്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. അതിന്റെ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് പറയാം. അക്കോർഡിംഗ് ടു ദ സ്ട്രക്ചർ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ്. അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെന്റ് വി ക്യാൻ ക്ലാസിഫൈ. So 4 ടൈപ്പിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതെ. So bonds നമുക്ക് we can classify or we can divide bonds according to their position, shape, structure and development. So according to their position, it is classified into axial and appendicular skeleton. So position വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബോൺസിനെ. ആക്സിയൽ ബോൺസ് ആൻഡ് അപ്പൻഡിക്കുലർ ബോൺസിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്കറിയാം എന്താണ് ആക്സിയൽ, എന്താണ് അപ്പൻഡിക്കുലർ. സോ ആക്സിയൽ ബോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോൺസ് ഓഫ് സ്കൾ, വെർട്ടിബ്രൽ കോളം, റിബ്സ്, സ്റ്റേണം ആൻഡ് ഹയോഡ്, ഇത്രയായിരിക്കും നമ്മൾ ആക്സിയൽ എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ ട്രങ്കിൽ വരുന്ന കാര്യങ്ങളെല്ലാം ആക്സിയലിൽ വരും. അത് നമ്മുടെ കൈയും കാലും അതിനെ ജോയിൻ ചെയ്യുന്ന പെൽവിക് ഗേർഡിലും പെക്ടറൽ ഗേർഡിലും ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എന്തിൽ വരും? ആക്സിയൽ സ്കെൽട്ടനിൽ വരും. ദ റിമൈനിങ് ദാറ്റ് ഈസ് നമ്മുടെ എക്സ്ട്രമിറ്റീസും അതിനെ നമ്മുടെ ട്രങ്കിലോട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടിനെയും അപ്പൻഡിക്കുലർ ബോൺസ് എന്ന് പറയാം. സോ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ബോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലർ. ആക്സിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ട്രങ്കിലുള്ള, അതായത് നമ്മുടെ സ്കള്ളും ട്രങ്കിലുള്ള ബോൺസും, ദാറ്റ് ഈസ് സ്കൾ, വെർട്ടിബ്രൽ കോളം, റിബ്സ്, സ്റ്റേണം ആൻഡ് ഹയോഡ്. വയൽ അപ്പൻഡിക്കുലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസ്, അപ്പർ ആൻഡ് ലോവർ ലിംസ്. പിന്നെ അപ്പർ ലിംബിനെ നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? പെക്ടറിലോട്ടും താഴത്തെ പെൽവിക് ഗാർഡിലും. ഇത് രണ്ടും വന്നിട്ട് അപ്പൻഡിക്കുലർ എന്ന് പറയും. ദെൻ അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ബോൺസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 7 ക്ലാസിഫിക്കേഷൻസ് ആർ ദെയർ അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ ബോൺ. ലോങ് ബോൺ, ഷോർട്ട് ലോങ് ബോൺ, ഷോർട്ട് ബോൺ, ഫ്ലാറ്റ് ബോൺസ്, ന്യൂമാറ്റിക്, റെഗുലർ ആൻഡ് സെസമോയിഡ്. സോ ലോങ് ബോൺ, നമുക്ക് ലോങ് ബോൺ ഏതൊക്കെ നമുക്കറിയാലേ? നമ്മുടെ ബോഡിയിലുള്ള ലോങ് ബോൺസ് ആണ് ഫീമർ, ഹ്യൂമറസ്, ടിബിയ, ഫിബുല, അൾന, റേഡിയസ്. നമ്മുടെ 2 എക്സ്ട്രിമിറ്റീസിലുള്ള ബോൺസിനെല്ലാം നമുക്ക് എന്തിനകത്ത് വരും? ലോങ് ബോൺസ് വരും. അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസിലുള്ള മെയിൻ ബോൺസ് ഏതൊക്കെയായിരിക്കും? ഫീമർ, കാലാണെങ്കിൽ ഫീമർ, ടിബിയ ആൻഡ് ഫിബുല. കയ്യിലാണെങ്കിൽ ഹ്യൂമറസ്, അൾന, റേഡിയസ്. ഇതെല്ലാം എന്തിന്റെ ക്ലാസിഫൈയിൽ വരും? ലോങ് ബോൺസിൽ വരും. ദെൻ ഷോർട്ട് ലോങ് ബോൺസിൽ വരുന്ന ഏതൊക്കെയായിരിക്കും? മെറ്റാകാർപ്പൽ, മെറ്റാടാസൽ ആൻഡ് ഫലാഞ്ചസ്. ഇത് എത്ര എവിടെ വരുന്നതായിരിക്കും? ഷോർട്ട് ലോങ് ബോൺ. ഷോർട്ട് ലോങ് ബോൺസിനകത്ത് വരും മെറ്റാകാർപ്പൽസ്, മെറ്റാടാസൽസ് ആൻഡ് ഫലാഞ്ചൽസ്. ദെൻ കംസ് ദ ഷോർട്ട് ബോൺ. ഷോർട്ട് ബോൺ എന്തൊക്കെ വരും? കാർപ്പൽസ് ആൻഡ് ടാസൽസ് വിൽ കംസ് ഇൻ ദ ഷോർട്ട് ബോൺസ്. ദെൻ ഫ്ലാറ്റ് ബോൺ. ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ബോഡിയിലെ ബോൺസ് ഏതൊക്കെയായിരിക്കും? നമുക്ക് പറയാം അല്ലെ? സ്കാപ്പുല ഈസ് എ ഫ്ലാറ്റ് ബോൺ. ദെൻ സ്റ്റേർണം, റിബ്സ്, parietal and frontal bones. ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ഏതൊക്കെയായിരിക്കും? സ്കാപ്പുല, സ്റ്റേർണം, റിബ്സ്. ദെൻ നമ്മുടെ തലയിലുള്ള parietal and frontal bones ഇത്രയും എന്തിനകത്ത് വരും? ഫ്ലാറ്റ് ബോണിനകത്ത് വരും. ദെൻ ന്യൂമാറ്റിക് ബോൺ. ന്യൂമാറ്റിക് ബോൺസ് എന്ന് വെച്ചാൽ ന്യൂമാറ്റിക് ബോൺസ് ആർ ബോൺസ് വിച്ച് കണ്ടെയ്ൻ എയർ ഫിൽഡ് ക്യാവിറ്റി വിത്തിൻ ദം. അതായത് ബോൺസിനകത്ത് ഒരു എയർ ഫിൽഡ് ക്യാവിറ്റി ഉള്ള ബോൺസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏതൊക്കെ ബോൺസ് പറയാം? എയർ ഫിൽഡ് ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൈനസസ് ഉള്ള എല്ലാ ബോൺസിനും നമുക്ക് ന്യൂമാറ്റിക് ബോൺ എന്ന് പറയാം. സോ നമുക്ക് പറയാം മാക്സിലറി, സ്പീനോയിഡ്, എത്മോയിഡ് ആൻഡ് മാസ്റ്റോയിഡ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോണിനകത്തായിരിക്കും ന്യൂമാറ്റിക് ബോൺസ് ഉള്ളത് നമ്മുടെ ബോഡിയിൽ. ന്യൂമാറ്റിക് ബോൺസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എയർ ഫിൽഡ് ക്യാവിറ്റീസ് ഉള്ള ബോണിനെ ആയിരിക്കും ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദേ? maxillary, sphenoid, ethmoid
and mastoid part of temporal bone. ഇതിനെതിരായിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത് pneumatic bones എന്ന് പറയുന്നത്. Then irregular bones. Irregular bones എന്ന് പറഞ്ഞാൽ vertebrae and the skull bones are the irregular bones in our body. Then the last, according to the shape നകത്ത് വരുന്നതാണ് sesamoid bone. Sesamoid bone എന്ന് വെച്ചാൽ എന്താണ്? It's a small rounded bone that embedded in a tendon. ഒരു ടെൻഡനകത്ത് എംബെഡഡ് ആയിട്ടുള്ള ഒരു ടെൻഡനകത്ത് ഉള്ള ഒരു ബോണിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? Sesamoid bone. Example, the largest sesamoid bone of the body is patella. പിന്നെ ഉള്ളത് ഏതൊക്കെയായിരിക്കും? Pisiform and fibula ആണ് അടുത്ത സെസമോയിഡ് ബോൺസ് നമ്മുടെ ബോഡിയിലുള്ളത്. സോ വാട്ട് ആർ ദ സെസമോയിഡ് ബോൺ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു ടിഷ്യൂനകത്ത് എംബെഡഡ് ആയിട്ടുള്ള ഒരു ബോണിനെ ആയിരിക്കും സെസമോയിഡ് ബോൺ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? Patella, pisiform and fibula. So according to shape, bones are classified into long bone, long bone, short bones, flat bones, pneumatic bones, irregular bones and sesamoid bones. ഇനി according to the structure, ബോൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് compact bone, also called as cortical bones, cancellous bone, also called as spongy bone and diploic bone. ഇത് അതിന്റെ according to the structure, നമുക്കറിയാം ഒരു ബോൺസിന്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് കോമ്പാക്ട് ബോൺ അല്ലെങ്കിൽ അതിനെ കോർട്ടിക്കൽ ബോൺ എന്ന് പറയും. ഇത് കുറച്ചും കൂടെ ഹാർഡർ ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും. മെയിൻലി വരുന്നത് നമ്മുടെ എപ്പിഫൈസസിൽ ഷാഫ്റ്റിന്റെ അവിടെ ആയിരിക്കും അധികം കാണുന്നത്. അല്ലെങ്കിൽ ഒരു ഔട്ടർ സർഫസ് ഓഫ് ബോൺസ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു കോമ്പാക്ട് ബോൺ വെച്ചിട്ടായിരിക്കും. വൈൽ ക്യാൻസലസ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അതിന്റെ ഇറഗുലർലി പ്ലേസ്ഡ് ലാമല ആയിരിക്കും ഉള്ളത്. ആൻഡ് അതിനെ ഓൾസോ കോൾഡ് ആസ് സ്പോഞ്ചി ബോൺ. അതിന്റെ പേര് പോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ കാണാനായിട്ട് സ്പോഞ്ച് പോലെ ഇരിക്കും. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അതിന് സ്ട്രെങ്ത് ഇല്ല എന്നല്ല, ബട്ട് അതിന്റെ സ്ട്രക്ചർ കാണാൻ ഇറ്റ് റിസംബിൾസ് ലൈക്ക് എ സ്പോഞ്ച് ആയിരിക്കും. ദാറ്റ് ഈസ് ക്യാൻസലസ് ഓർ എ സ്പോഞ്ചി ബോൺ. സോ സ്ട്രക്ചർ വെച്ചിട്ട് മെയിൻലി ടു ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അനദർ വൺ ഈസ് ഡൈപ്ലോയിക് സ്ട്രക്ചർ. സോ കോമ്പാക്ട് ബോൺ ഓൾസോ കോൾഡ് ആസ് കോർട്ടിക്കൽ ബോൺ, cancellous bone also called as spongy bone and a diploic structure. Then comes the development. രണ്ട് തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ectochondral bones and endochondral bones. So endochondral, from the name itself നമുക്ക് പറയാം, which develops in cartilage is endochondral, while ectochondral is the bones which develop in membrane. നമ്മൾ ഓസിഫിക്കേഷൻസ് പഠിച്ചിട്ടുള്ള ഓസിഫിക്കേഷൻ രണ്ട് തരത്തിലുള്ള ഓസിഫിക്കേഷൻ ആയിരിക്കും. ഓസിഫിക്കേഷൻ ഇൻ മെംബ്രെയിൻ, അത് വീണ്ടും പറയുന്നുണ്ട്. ഓസിഫിക്കേഷൻ ഇൻ മെംബ്രെയിൻ ഉണ്ട്, ഓസിഫിക്കേഷൻ ഇൻ കാർട്ടിലേജ് ഉണ്ട്. സോ വിച്ച് ഡെവലപ്സ് ഇൻ കാർട്ടിലേജ് ഈസ് കോൾഡ് ആസ് endochondral bones, while which develop in membrane is called as ectochondral bones. സോ ഇത്രയായിരിക്കും നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബോൺസ്. ബോൺസ് ആർ ക്ലാസിഫൈഡ്. എങ്ങനെയായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് into two, axial and appendicular. Axial എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കള്ളും പിന്നെ നമ്മുടെ ട്രങ്കിൽ വരുന്നതും വരും. appendicular പറയുമ്പോൾ നമ്മുടെ എക്സ്ട്രിമിറ്റീസ്, അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസ് വിത്ത് പെൽവിക് ആൻഡ് ഷോൾഡർ ഗിർഡലിന്റെ കൂടെ ആഡ് അപ്പ് ചെയ്ത് പറയുമ്പോൾ appendicular ബോൺസ് ആയി കഴിഞ്ഞു. പിന്നെ അക്കോർഡിംഗ് ടു ദയർ പൊസിഷൻ, എവിടെയാണത് പൊസിഷൻ ആയിട്ടുള്ളത്, പൊസിഷൻ വെച്ചിട്ട് ആക്സിയൽ, appendicular. ദെൻ അതിന്റെ ഷേപ്പ് വെച്ചിട്ട് ലോങ് ബോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസിലുള്ള humerus, ulna, radius, femur, tibia and fibula will come in long bones. Then short long bone na എന്തൊക്കെ വരും? metacarpal and metatarsal phalangeal bones will comes in short long bone. Then comes short bones, അതിനകത്ത് എന്തൊക്കെ വരും? carpals and tarsals. Then flat bone, flat ആയിട്ടുള്ള ബോൺസ് ആലോചിച്ചാൽ മതി. scapula, sternum, ribs and parietal and frontal lobes. Then pneumatic bones എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബോൺസ് വിച്ച് കണ്ടെയ്ൻ എയർ ഫിൽഡ് ക്യാവിറ്റീസ് ഉള്ള ബോൺസിനായിരിക്കും ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയുക. Then irregular bones are vertebrae and skull bones ആയിരിക്കും. സെസമോയിഡ് ബോൺ എന്ന് വെച്ചാൽ ഒരു ടെൻഡനകത്ത് എംബെഡ് ആയിട്ടുള്ള ബോണിനായിരിക്കും നമ്മൾ സെസമോയിഡ് ബോൺ എന്ന് പറയുന്നത്. The largest sesamoid bone is patella, and other than patella വേറെ sesamoid bones ഉള്ളത് pisiform and fibula ആയിരിക്കും. Then according to the structure, it is classified into compact bone, cancellous bone and diploic bone. And according to the development, it is classified into endochondral and ectochondral. Endochondral means which develop in cartilage, while ectochondral means which develop in membrane.
Then ഒരു summary പോലെ total number of bonds in our body is 206. Upper limb ആ 206 നമ്മൾ എങ്ങനെയൊക്കെ പറയാം? Upper limb 64 bonds, lower limb 62. Vertebrae consist of 33 bonds, skull 29, out of 29, 14 facial bonds, 14 cranial bonds and 1 hyoid bone. Then ഒരു sternum, then 12 pairs of ribs ഉണ്ട്. Then the longest bone, നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും ലോങ്സ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഇതിനായിരിക്കും ഫീമർ. The smallest bone is stapes. സ്ട്രോങ്സ്റ്റ് പാർട്ട് ഇൻ ദ ഹ്യൂമൻ ബോഡി, ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീത്തിന്റെ എനാമൽ ആയിരിക്കും. ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ, നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് ഈസ് എ സെസമോയിഡ് ബോൺ, ഒരു ടെൻഡനകത്ത് എംബഡ് ആയിട്ടുള്ള ഒരു ബോണിനായിരിക്കും നമ്മൾ സെസമോയിഡ് ബോൺ എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് എ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ, ഇറ്റ് ഈസ് പറ്റല. എവിടെയായിരിക്കും അത് എംബഡ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് ഇൻ ദ കോട്രിസെപ്സ് മസിൽ. കോട്രിസെപ്സിനകത്തായിരിക്കും എന്തുള്ളത്? പറ്റല കാണുന്നത്. ആൻഡ് microscopic unit of a bone is Haversian system. Largest and strongest tarsal bone is calcaneus. Then ossification നോക്കുകയാണെങ്കിൽ ossification എന്ന് വെച്ചാൽ എന്തായിരിക്കും? The process of a gradual bone formation. Bone formationന്റെ ആ പ്രോസസ്സിനെ ആയിരിക്കും ossification എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു രണ്ട് രീതിക്കുള്ള ossification ഉണ്ടായിരിക്കും, direct and indirect. Or ossification in membrane is called as direct ossification, while ossification in cartilage is called as indirect ossification. So ossification in membrane എന്ന് പറയുമ്പോഴത്തേക്ക് it is an easy process. Comparatively ഒരു easy process ആയിരിക്കും. ഏതൊക്കെ ബോണ്ടിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്? clavicle, bones of face, vault of skull. ഇവിടെയൊക്കെ ആയിരിക്കും ossification in membrane ഉണ്ടാകുന്ന ബോൺസ് ഉള്ളത്. എവിടെയൊക്കെ ആയിരിക്കും? clavicle, which is the only long bone which ossifies in membrane ആണ് clavicle. So രണ്ട് തരത്തിലുള്ള ossification ഉണ്ടായിരിക്കും. Ossification in membrane which is called as direct ossification, which is comparatively an easy process. Example എവിടെയൊക്കെ കാണും? clavicle, which is the only long bone which ossifies in membrane. Then bones of faceലുള്ള bones, vault of the skull. ഇവിടെയൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് of membrane ossification in membrane. Then ossification cartilage is also called as indirect ossification. അവിടെ ഒരു ഗ്രാജുവൽ പ്രോസസ് ആയിരിക്കും. നമ്മുടെ ലിംസിലെയും ട്രങ്കിലെയും ബാക്കി എല്ലാ ബോൺസും എക്സാമ്പിൾ ഫോർ ഓസിഫിക്കേഷൻ കാർട്ടിലേജ് ആയിരിക്കും ഓർ ഇൻഡയറക്റ്റ് ഓസിഫിക്കേഷൻ ആയിരിക്കും. ദെൻ രണ്ട് സെന്റേഴ്സ് ഓഫ് ഓസിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷനും സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷനും. ആദ്യം എവിടെയാണോ ഓസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയായിരിക്കും പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് സെന്റേഴ്സ് ഓഫ് ഓസിഫിക്കേഷൻ. ഫസ്റ്റ് ഈസ് പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ. എവിടെയാണോ ഓസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണോ ബോൺ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയായിരിക്കും പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് എപ്പോഴും ഇറ്റ് ക്യാൻ ഒന്നുകിൽ സിംഗിൾ ആയിട്ടുണ്ടായിരിക്കും, ഒരു സിംഗിൾ സെന്റർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെന്റേഴ്സ് ഉണ്ടായിരിക്കാം. സോ പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ ഇറ്റ് മേ ബി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ. എപ്പോഴും അത് എല്ലാ ബോൺസിലും ഇറ്റ് ഷുഡ് അപ്പിയേഴ്സ് ബിഫോർ ദ ബർത്ത്. ബർത്തിന് മുന്നേ നമ്മുടെ ഇൻട്രായൂട്രൈൻ ലൈഫിൽ തന്നെ ദിസ് പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ എല്ലാ ബോണിലും ഉണ്ടായിരിക്കും. ബൈ ദ 6th to 8th week of fetal life. 6th to 8th week of fetal life ൽ തന്നെ പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ ബോൺസ് വിൽ ഒക്വർ എക്സെപ്റ്റ് ക്യൂണിഫോം ആൻഡ് നാവിക്കുലർ ബോൺ. നമ്മുടെ പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ വന്നിട്ട് എല്ലാ ബോൺസിനും ഇൻട്രായൂട്രൈൻ ലൈഫിൽ, അതായത് 6th to 8th week ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിൽ തന്നെ എല്ലാ ബോൺസിന്റെയും പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻസ് ഉണ്ടാകും. എക്സെപ്ഷൻ ഉള്ളത് ക്യൂണിഫോം ആൻഡ് നാവിക്കുലർ ബോണ്ട് മാത്രം, അത് ബർത്തിന് ശേഷമായിരിക്കും ഉണ്ടാകുന്നത്. വൈൽ സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ, സോ പ്രൈമറി സെന്റർ എപ്പോൾ ഉണ്ടാവണം? ബർത്തിന് മുന്നേ ഉണ്ടാകണം. സോ സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ എപ്പോഴും മൾട്ടിപ്പിൾ ആയിരിക്കും. അത് എപ്പോൾ ഉണ്ടാകും? അപ്പിയേഴ്സ് ആഫ്റ്റർ ബർത്ത് ആയിരിക്കും. അവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്, എക്സെപ്റ്റ് ദ ലോവർ എൻഡ് ഓഫ് ഫീമർ. ലോവർ എൻഡ് ഓഫ് ഫീമർ വന്നിട്ട് ബർത്തിന് മുന്നേ അതിന്റെ സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻസ് ഉണ്ടായി കഴിയും. സോ ഓസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്രാജുവൽ ബോൺ ഫോർമേഷൻ. രണ്ട് തരത്തിലുള്ള ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഓർ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓസിഫിക്കേഷൻ ഇൻ മെമ്പറൈൻ, വൈൽ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓസിഫിക്കേഷൻ കാർട്ടിലേജ് ആയിരിക്കും. രണ്ട് സെന്റേഴ്സ് ഓഫ് ഓസിഫിക്കേഷൻ ഉണ്ട്, പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ ആൻഡ് സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ. പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ ഇറ്റ് മേ ബി സിംഗിൾ ഓർ മൾട്ടിപ്പിൾ.
എപ്പോഴും ബർത്തിന് മുന്നേ ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ബൈ 6th to 8th വീക്ക് ഓഫ് ഫീറ്റൽ ലൈഫിൽ അപ്പിയർ ചെയ്യും, എക്സെപ്റ്റ് ക്യൂണിഫോം ആൻഡ് നാവിക്കുലർ. സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ആയിരിക്കും, ബർത്തിന് ശേഷമായിരിക്കും അപ്പിയർ ചെയ്യുന്നത്, എക്സെപ്റ്റ് ലോവർ എൻഡ് ഓഫ് ഫീമർ. ഇനി ഗ്രോയിങ് എൻഡ് ഓഫ് നമ്മുടെ അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റിയുടെ ഗ്രോയിങ് എൻഡ്സ് ഏതൊക്കെയാന്ന് പറയാണ്. നമ്മുടെ ലോങ് ബോൺസിന്റെ ഏത് എൻഡാണ് ഗ്രോയിങ് എൻഡ് എന്ന്. സോ നമ്മൾ അപ്പർ എൻഡിനെ നോക്കുവാണെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഗ്രോയിങ് എൻഡ് ഓഫ് ബോൺ ഓഫ് അപ്പർ ലിംബ് എന്ന് പറഞ്ഞാൽ അപ്പർ എൻഡ് ഓഫ് ഹ്യൂമറസ് ആൻഡ് ലോവർ എൻഡ് ഓഫ് റേഡിയസ് ആൻഡ് അൾന, രണ്ടും ഓപ്പോസിറ്റ് എൻഡ്സ് ആയിരിക്കും. സോ ഗ്രോയിങ് എൻഡ് ഓഫ് അപ്പർ ലിംബ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അപ്പർ എൻഡ് ഓഫ് ഹ്യൂമറസ് ആൻഡ് ലോവർ എൻഡ് ഓഫ് റേഡിയസ് ആൻഡ് അൾന. നേരെ മറിച്ച് കാലിന് ലോവർ എക്സ്ട്രിമിറ്റിയുടെ ആണെങ്കിൽ നമ്മൾ മുട്ട് എന്ന് ഓർത്താൽ മതി. അതായത് ലോവർ എൻഡ് ഓഫ് ഫീമർ ആൻഡ് അപ്പർ എൻഡ് ഓഫ് ടിബിയ ആൻഡ് ഫിബുല, അതായിരിക്കും ഗ്രോയിങ് എൻഡ് ഓഫ് ബോൺസ് ഓഫ് ലോവർ ലിംബ്. ഒന്നും കൂടെ പറയാം, ഗ്രോയിങ് എൻഡ്, നമ്മുടെ ഒരു ബോണിന്റെ രണ്ട് എൻഡിലത് ഏത് എൻഡായിരിക്കും ഗ്രോയിങ് ആയിട്ടുള്ളതെന്ന് അറിയാൻ അപ്പർ ലിംസിന്റെ നോക്കുവാണെങ്കിൽ അപ്പർ ലിംസിന്റെ ഗ്രോയിങ് എൻഡ് എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സിലായിരിക്കും. സോ ഹ്യൂമറസിന്റെ അപ്പർ ആണെങ്കിൽ താഴെയുള്ള അൾന ആൻഡ് റേഡിയസിന്റെ ലോവർ ഉണ്ടായിരിക്കും. വൈൽ ലോവർ ലിംബിന്റെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ മുട്ടുന്നൊന്ന് ആലോചിച്ചാൽ മതി. സോ ലോവർ എൻഡ് ഓഫ് ഫീമർ ആൻഡ് അപ്പർ എൻഡ് ഓഫ് ടിബിയ ആൻഡ് ഫിബുല ആയിരിക്കും ഗ്രോയിങ് എൻഡ് ഓഫ് ദ ലോവർ ലിംബ്. ഇനി ലോങ് ബോൺസ് നോക്കുവാണെങ്കിൽ ഇനി ലോങ് ബോൺസിനകത്ത് ഈ ഗ്രോയിങ് എൻഡ് വന്ന് ഷാഫ്റ്റുമായിട്ട് എപ്പോ ഫ്യൂസ് ആകും? അറ്റ് 20 years ഓഫ് ഏജില്. ആൻഡ് ദ അതർ ബോൺ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് 18 years ഓഫ് ഏജിലായിരിക്കും ഫ്യൂസ് ആകുന്നത്. ലോങ് ബോൺസിൽ നോക്കുവാണെങ്കിൽ ഗ്രോയിങ് എൻഡ് 20 years ഓഫ് ഏജിൽ ഫ്യൂസ് ആകും, ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് 18 years ഓഫ് ഏജിലായിരിക്കും ഫ്യൂസ് ആകുന്നത്. ഇൻ അതർ ബോൺസ് 20 to 25 yearsലായിരിക്കും അതർ ബോൺസിന്റെ ഓസിഫിക്കേഷൻസ് ഉണ്ടാകുക. സോ ഇത്രയായിരിക്കും ഓസിഫിക്കേഷനെ പറ്റിയിട്ടുള്ളത്. Then comes the types of epiphysis. So epiphysis എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ലോങ് ബോൺസിന് വന്നിട്ട് രണ്ട് എപ്പിഫൈസിസ് ഉണ്ടായിരിക്കും അല്ലെ. സോ ഈ രണ്ട് എപ്പിഫൈസിസ് ഉള്ളപ്പം ഏത് എപ്പിഫൈസിസ് ആയിരിക്കും ആദ്യം ഫ്യൂസ് ആകുക, ആദ്യം ഷാഫ്റ്റുമായിട്ട് ഫ്യൂസ് ആകുക നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഏത് എപ്പിഫൈസിസ് ആണോ ഡെവലപ്പ് ആയത്, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഏത് എപ്പിഫൈസിസ് ആണോ അപ്പിയർ ആയത്, അതായിരിക്കും ലാസ്റ്റ് ജോയിൻ ആകുന്നത്. സോ എപ്പിഫൈസിസ് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ഒരു ഷാഫ്റ്റ് നടുക്കുള്ള പോർഷൻ, നീളത്തിലുള്ള പോർഷൻ ഷാഫ്റ്റ്, രണ്ട് എൻഡിൽ വരുന്നത് എപ്പിഫൈസിസ്. സോ രണ്ട് എപ്പിഫൈസിസ് ഉള്ള ബോൺ ആണെങ്കിൽ ഒരു ലോങ് ബോൺ പൊസസിങ് എപ്പിഫൈസിസ് അറ്റ് ദ ബോത്ത് ദ എൻഡ്സ്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം വന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അപ്പിയർ ആയ ഏത് എപ്പിഫൈസിസ് ആണോ ആ എപ്പിഫൈസിസ് ആയിരിക്കും ലാസ്റ്റ് ഷാഫ്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഓർ ഫ്യൂഷൻ നടക്കുന്നത്. Then types of epiphysis, three type of epiphysis ആണുള്ളത്: pressure epiphysis, traction epiphysis and atavistic epiphysis. So what is the difference? Pressure എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജോയിന്റിൽ വരുന്ന എപ്പിഫൈസിസിനെ ആയിരിക്കും പ്രഷർ എപ്പിഫൈസിസ് പറയുന്നത്. It is located at pressure points like joints, അതായിരിക്കും പ്രഷർ എപ്പിഫൈസിസ്. While traction epiphysis എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പുള്ള് കൊടുക്കുന്ന ആരായിരിക്കും? മസിൽസ്. സോ മസ്കുലാർ അറ്റാച്ച്മെന്റ് ഉള്ള ഇടത്തുള്ള എപ്പിഫൈസിസിനെ ആയിരിക്കും ട്രാക്ഷൻ എപ്പിഫൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ അറ്റാവിസ്റ്റിക് എപ്പിഫൈസിസ്. ഇറ്റ് ഈസ് എ സെന്റർ. ഇത് ആദ്യം വന്നിട്ട് ഒറിജിനലി നമ്മുടെ ഇവല്യൂഷൻ ടൈമില് ഒറിജിനലി ഒരു സിംഗിൾ ബോൺ ആയിരുന്നു, ലേറ്റർ ബിക്കം എ പാർട്ട് ഓഫ് എ ബോൺ. എക്സാമ്പിൾ കൊറക്കോഡ് പ്രോസസ് ഓഫ് സ്കാപ്പുല. സ്കാപ്പുലയുടെ കൊറക്കോഡ് പ്രോസസ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിരിക്കും അറ്റാവിസ്റ്റിക് എപ്പിഫൈസിസിന്. It is a center appearing in the part of bone, ഒരു part of bone ആയിരിക്കും which has originally separate, ഒരു evolution ടൈമിൽ ഒരു സെപ്പറേറ്റ് ബോൺ ആയിരുന്നു, ലേറ്റർ ബിക്കം എ പാർട്ട് ഓഫ് ദ ബോൺ. അതിനായിരിക്കും നമ്മൾ അറ്റാവിസ്റ്റിക് എപ്പിഫൈസിസ് എന്ന് പറയുന്നത്. സോ ടൈപ്പ് ഓഫ് എപ്പിഫൈസിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ആദ്യമേ എന്താണ് എപ്പിഫൈസിസ്. നമ്മുടെ ഒരു ഷാഫ്റ്റ് രണ്ട് സൈഡിൽ എപ്പിഫൈസിസ്, ഈ എപ്പിഫൈസിസ് ആയിട്ടായിരിക്കും നമ്മുടെ ഷാഫ്റ്റ് ഫ്യൂസ് ചെയ്യേണ്ടത്. സോ ഒരു ബോൺ, ഒരു ലോങ് ബോൺ, രണ്ട് എപ്പിഫൈസിസ് ഉണ്ടെങ്കിൽ ഏത് എപ്പിഫൈസിസ് ആണോ ആദ്യം അപ്പിയർ ആയത് ആ എപ്പിഫൈസിസ് ആയിരിക്കും ഷാഫ്റ്റുമായിട്ട് ലാസ്റ്റ് ഫ്യൂസ് ആകുക. ഇനി ടൈപ്പ് ഓഫ് എപ്പിഫൈസിസ് നോക്കുവാണെങ്കിൽ പ്രഷർ എപ്പിഫൈസിസ്, ട്രാക്ഷൻ എപ്പിഫൈസിസ് ആൻഡ് അറ്റാവിസ്റ്റിക് എപ്പിഫൈസിസ്.
പ്രഷർ എപ്പിഫൈസസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു പ്രഷർ ഉള്ള രീതി, ലൈക്ക് ഇറ്റ്സ് എവിടെയായിരിക്കും പ്രസന്റ് ആയിട്ടിരിക്കുക? പ്രഷർ ജോയിന്റ്സ്, ലൈക്ക് പ്രഷർ പോയിന്റ്സ് ലൈക്ക് ജോയിന്റ്സിലായിരിക്കും പ്രഷർ എപ്പിഫൈസസ് ഉണ്ടായിരിക്കുക. ട്രാക്ഷൻ എപ്പിഫൈസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പുൾ ഉണ്ടാകുന്ന എങ്ങനെയായിരിക്കും? ഒരു മസ്കുലർ അറ്റാച്ച്മെന്റ് ഉള്ളിടത്തായിരിക്കും ഒരു ട്രാക്ഷൻ ഒരു പുൾ ഉണ്ടാകുക. സോ അങ്ങനെയുള്ളിടത്തായിരിക്കും ട്രാക്ഷൻ എപ്പിഫൈസസ് ഉണ്ടാകുക. ആൻഡ് അറ്റാഫിസ്റ്റിക് എപ്പിഫൈസസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബോണ്ട് പാർട്ട് ആണ്. ടൈമിൽ ഇറ്റ് വാസ് എ സിംഗിൾ. ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ സർ? ഇടയ്ക്ക് സൗണ്ട് ഇല്ലായിരുന്നു, ഇപ്പൊ സൗണ്ട് വന്നേ. ആ ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? അതെ, കേക്കാം. സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് എപ്പിഫൈസസ്: പ്രഷർ എപ്പിഫൈസസ്, ട്രാക്ഷൻ എപ്പിഫൈസസ് ആൻഡ് അറ്റാവിസ്റ്റിക് എപ്പിഫൈസസ്. ദെൻ അടുത്തത് ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ സ്കൾ ബോൺസിൽ ഉള്ളതെന്ന് പറയാണ്. സോ സ്കൾ ബോൺസ് ആമിന, അറ്റാവിസ്റ്റിക് കേട്ടില്ലായിരുന്നു, ഒന്നുകൂടെ പറയൂ. ഓക്കെ. സോ അറ്റാഫിസ്റ്റിക് എപ്പിഫൈസസ് എന്ന് വെച്ചാൽ അറ്റാഫിസ്റ്റിക് എപ്പിഫൈസസ് ഒരു ബോണിന്റെ പാർട്ടാണ്. ഒരു ബോണിന്റെ പാർട്ടായിരുന്നു, ഇപ്പൊ ഒരു ബോണിന്റെ പാർട്ടാണ്. ബട്ട് ഡ്യൂറിംഗ് ദ എവല്യൂഷൻ അതൊരു സെപ്പറേറ്റ് ബോൺ ആയിരുന്നു. എക്സാമ്പിൾ പറയാം, കൊറക്കോയിഡ് പ്രോസസ് ഓഫ് സ്കാപ്പുലയുടെ കൊറക്കോയിഡ് പ്രോസസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്കാപ്പുല. ബട്ട് ഡ്യൂറിംഗ് ദ എവല്യൂഷൻ അതൊരു സിംഗിൾ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ബോൺ ആയിട്ട് ഇരുന്നിട്ട് ആൻഡ് ലേറ്റർ ആണ് അതൊരു പാർട്ട് ഓഫ് സ്കാപ്പുല ആയിട്ട് മാറുന്നത്. സോ അങ്ങനെയുള്ളൊരു ബോണിനായിരിക്കും നമ്മൾ അറ്റാവിസ്റ്റിക് എപ്പിഫൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായിരിക്കും 3 ടൈപ്പ് ഓഫ് എപ്പിഫൈസസ്: പ്രഷർ എപ്പിഫൈസസ്, ട്രാക്ഷൻ എപ്പിഫൈസസ് ആൻഡ് അറ്റാവിസ്റ്റിക് എപ്പിഫൈസസ്. ദെൻ കമ്മിങ് ടു സ്കൾ ബോൺ, നേരത്തെ നമ്മൾ പറഞ്ഞു എത്ര ബോൺസ് ഉണ്ട് സ്കളിൽ നിന്ന്. സോ 14 ഫേഷ്യൽ ബോൺസ്, 14 cranial bones, then 1 hyoid bone. അങ്ങനെയായിരിക്കും നമ്മുടെ സ്കളിലുള്ള ബോൺസ് വരുന്നത്. 29 ബോൺസ്, 14 ഫേഷ്യൽ ബോൺ. 14 ഫേഷ്യൽ ബോണിനകത്ത് ഏതൊക്കെയാണ് പെയർഡ്, ഏതൊക്കെയാണ് അൺപെയർഡ് എന്ന് പറയുന്നു. പെയർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നാസൽ, മാക്സില, സൈഗോമാറ്റിക്, പാലറ്റൈൻ, ലാക്രിമൽ ആൻഡ് ഇൻഫീരിയർ നേസൽ കോങ്കേ. ഇതെല്ലാം പെയർഡ് ആണ്. ദാറ്റ് മീൻസ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാകും. ആൻഡ് അൺപെയർഡ്സ് ആ മാൻഡിബിൾ ആൻഡ് വോമർ. വൈൽ ക്രേനിയൽ ബോൺസ് നോക്കുവാണെങ്കിൽ ക്രേനിയലിനകത്ത് പെയർഡ് പാരേറ്റൽ, ടെമ്പറൽ ആൻഡ് ഇയർ ഓസിക്കിൾസ് 3 എണ്ണം. അൺപെയർഡ് ഫ്രോണ്ടൽ, എത്മോയിഡൽ, സ്പീനോയിഡ് ആൻഡ് ഓക്സിപിറ്റൽ. ഇത്ര ആയിരിക്കും നമ്മുടെ സ്കൾ ബോൺസിനകത്ത് ഉണ്ടായിരിക്കുക. ആൻഡ് 1 ഹയോയിഡ് ബോൺ. സോ ദീസ് ആർ ദ സ്കൾ ബോൺസ്. ഇതെല്ലാം നമ്മുടെ ഹെഡ് ആൻഡ് നെക്കിലോട്ട് വരുന്നുണ്ട്. ദെൻ പാരാനസൽ എയർ സൈനസ് നമുക്കറിയാവുന്ന തന്നെ ഫ്രോണ്ടൽ, സ്പീനോയിഡൽ, എത്മോയിഡൽ ആൻഡ് മാക്സിലറി. And the largest air sinus is maxillary air sinus. Then ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ഓസ്റ്റിയോളജി പറഞ്ഞു. സോ ഓസ്റ്റിയോളജി എന്ന് വെച്ചാൽ എന്തായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു. ഓസ്റ്റിയോളജി ഇസ് എ സ്റ്റഡി ഓഫ് ബോൺ. ബോണിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും ക്ലാസിഫൈഡ്? അക്കോർഡിംഗ് 4 ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഇറ്റ്സ് പൊസിഷൻ, classified into axial and appendicular. According to the shape, it's classified into long bone, short bone, short long bone, flat bones, pneumatic bones, irregular bones and sesamoid bones. According to the structure, it is classified into compact bone, cancellous bone and diploic bone. According to the development, it is classified into endochondral bones and ectochondral bones. Then എത്ര bones ഉണ്ടെന്ന് പറഞ്ഞു. Total number of bones in our human body is 206. While അതിനകത്ത് upper limb 64, lower limb 62, vertebra 33, skull 29, sternum 1 and 12 pairs of ribs. ഏറ്റവും longest bone ഏതാണ് നമ്മുടെ ബോഡിയിലെ? ഫീമർ. Smallest bone is stapes. Strongest part of the body is enamel of the teeth ആയിരിക്കും. Largest sesamoid bone. Sesamoid bone എന്ന് വെച്ചാൽ ഒരു ടെൻഡനകത്ത് എംബഡ് ആയിട്ടുള്ള ഒരു ബോണിനെ ആയിരിക്കും സെസമോയിഡ് ബോൺ എന്ന് പറയുന്നത്. സോ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ ഇൻ ആ ബോഡി ഇസ് പെറ്റല്ല. ഇതിനകത്തായിരിക്കും കാണുക, കോട്രിസെപ്സിന്റെ ടെൻഡനകത്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ഓഫ് എ ബോൺ ഈസ് കോൾഡ് ഹവേർഷ്യൻ സിസ്റ്റം. ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ടാസൽ ബോൺ ഈസ് കാൽക്കേനിയസ്. ദെൻ ഓസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ
രണ്ട് തരത്തിലുള്ള ഓസിഫിക്കേഷൻ ഉണ്ടായിരിക്കും, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓസിഫിക്കേഷൻ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓസിഫിക്കേഷൻ. ഡയറക്റ്റ് ഓസിഫിക്കേഷൻ നമ്മൾ എന്ത് പറയും? ഓസിഫിക്കേഷൻ ഇൻ മെംബ്രെയിൻ, വൈൽ indirect ossification is ossification in cartilage. Direct ossification, it is a easy process. എവിടേക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്? clavicle. It is the only long bone which ossifies in membrane, bones of the face and vault of the skull. Ossification in cartilage നോക്കുവാണെങ്കിൽ നമ്മുടെ bones of limbs and trunks എല്ലാം വരും. രണ്ട് centers of ossification ഉണ്ടായിരിക്കും, primary center of ossification and secondary center of ossification. Primary center of ossification എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മുടെ ഈ ossification സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ്, അതിനായിരിക്കും primary center of ossification എന്ന് പറയുക. Primary center of ossification, it can be single or multiple. എപ്പോഴും ബർത്തിന് മുന്നേ തന്നെ ഈ primary center of ossification ഉണ്ടായിരിക്കും by 6th to 8th week of intrauterine life, except cuneiform and navicular. നമ്മുടെ ടാസൽ ബോൺസ് ആയിട്ടുള്ള cuneiform and navicular ബോൺ ഒഴിച്ച് ബാക്കി എല്ലാ ബോൺസിനും പ്രൈമറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ ബിഫോർ ബർത്ത് ഉണ്ടാകും. വൈൽ സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ അത് മൾട്ടിപ്പിൾ ആയിരിക്കും, ആഫ്റ്റർ ബർത്ത് ആയിരിക്കും ഉണ്ടാകുക, എക്സെപ്റ്റ് ലോവർ എൻഡ് ഓഫ് ഫീമർ. ദെൻ നമ്മൾ അപ്പർ ആൻഡ് ലോവർ ലിംബിന്റെ ഗ്രോയിങ് എൻഡ്സ് ഏതൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പർ ലിംബിന്റെ ആണെങ്കിൽ അപ്പർ എൻഡ് ഓഫ് ഹ്യൂമറസ് ആൻഡ് ലോവർ എൻഡ് ഓഫ് ടിബിയ ആൻഡ് അൾന, റേഡിയസ് ആൻഡ് അൾന. ലോവർ ലിംബിന്റെ ആണെങ്കിൽ ലോവർ എൻഡ് ഓഫ് ഫീമർ ആൻഡ് അപ്പർ എൻഡ് ഓഫ് ടിബിയ ആൻഡ് ഫിബുല. ദെൻ ലോങ് ബോൺസ് ആണെങ്കിൽ അതിന്റെ ഗ്രോയിങ് എൻഡ് ബൈ 20th ഏജിൽ അത് ഫ്യൂസ് ആകും. ഓപ്പോസിറ്റ് എൻഡ് ആണെങ്കിൽ 18 years ഓഫ് ഏജിൽ ഫ്യൂസ് ആകും. എപ്പിഫൈസിസ് പറഞ്ഞു ടൈപ്സ്. 3 type of epiphysis പറഞ്ഞു. Pressure epiphysis, traction epiphysis and atavistic epiphysis. Then skull bones എന്തൊക്കെയാണ് എങ്ങനെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. Facial bones paired and unpaired ഏതൊക്കെ, cranial bones paired and unpaired ഏതൊക്കെ പറഞ്ഞു. Then what are the paranasal air sinus? 4 എണ്ണം ഉണ്ട്. Frontal, 4 pairs of paranasal air sinuses are there. Frontal, sphenoidal, ethmoidal and maxillary. And out of this, the largest of all air sinus is maxillary air sinuses. Then bones of the upper limb. Upper limb in the bones നമ്മൾ പറഞ്ഞു altogether 64 bones ആണ് ഉള്ളത് upper limb ല്. So 32 തന്നെ ഒരു one side ല് 32 bones ആയിരിക്കും ഉള്ളത്. So അതിൽ first one is clavicle. Clavicle നോക്കുകയാണെങ്കിൽ clavicle is a long bone. Clavicle long bone ആയിരിക്കും. It is the only long bone which lies horizontally കാണുന്ന ഒരു long bone ആയിരിക്കും clavicle. It transmits the weight of the limbs to the sternum. നമ്മുടെ ലിംബിന്റെ വെയിറ്റ് സ്റ്റേണത്തിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ക്ലാവിക്കിൾ ആയിരിക്കും. ക്ലാവിക്കിളിന് പാർട്സ് നോക്കുവാണെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ പാർട്ട് ഉണ്ടായിരിക്കും. ഇറ്റ് കോൾഡ് ആസ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് എന്ന 2 പാർട്സ് ആയിട്ട് നമുക്ക് പറയാം. ലാറ്ററൽ 1/3 ആൻഡ് മീഡിയൽ 2/3 പാർട്ട് ആയിരിക്കും ഷാഫ്റ്റിനുള്ളത്. ലാറ്ററൽ 1/3 ആൻഡ് മീഡിയൽ 2/3. 2 എൻഡ്സ് ഉണ്ടായിരിക്കും, മീഡിയൽ എൻഡ് ലാറ്ററൽ എൻഡ്. ലാറ്ററൽ എൻഡ് ആരുമായിട്ടായിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? ആർട്ടിക്കുലേറ്റ് വിത്ത് അക്രോമിയൻ പ്രോസസ്. വൈൽ മീഡിയൽ എൻഡ് മാനുബ്രിയം സ്റ്റേർണവുമായിട്ടായിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, ഫോമിംഗ് സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിന്റ്. സോ clavicle is the long bone ആയിരിക്കും clavicle. It transmit the weight of the limbs to the sternum. Parts നോക്കുവാണെങ്കിൽ ഒരു cylindrical part called shaft ഉണ്ടായിരിക്കും. അതിനൊരു lateral 1/3 medial 2/3 end ഉണ്ടായിരിക്കും. 2 ends ഉണ്ട്, lateral and medial ends. Lateral end which articulate with the acromion process of our scapula. Medial end ആരുമായിട്ടായിരിക്കും? മാനുബ്രിയം സ്റ്റേർണവുമായിട്ടായിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ it is the only long bone that lies horizontally. It is subcutaneous throughout. നമുക്ക് കാണുക അല്ലെങ്കിൽ പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്ന ബോൺ ആയിരിക്കും അല്ലെ clavicle. So it is subcutaneous throughout. It is the first bone to start ossifying. It is the only long bone which ossifies in membrane. നമ്മൾ നേരത്തെ പറഞ്ഞു മെംബ്രെയിനിൽ ഓസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ഓസിഫിക്കേഷൻ ഉണ്ടാകുന്ന ഒരേ ഒരു ലോങ് ബോൺ ആയിരിക്കും clavicle.
only long bone has two primary centers of രണ്ട് primary center of ossification ഉള്ള ഒരേ ഒരു long bone ഏതായിരിക്കും? clavicle ആയിരിക്കും. And commonly fracture ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? by falling out an outstretched hand. outstretched handൽ വീഴുകയാണെങ്കിലായിരിക്കും clavicle fracture ഉണ്ടാകുന്നത്. and fracture എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? commonest site of fracture is the junction between two curvatures of the bone. രണ്ട് curvature of bone അവിടെ ആയിരിക്കും ഈ fracture ഉണ്ടാകുന്നത്. so clavicle, it's a long bone. ഇതായിരിക്കും only long bone that lies horizontally. ബാക്കി എല്ലാ long bone നീളത്തിലായിരിക്കും. അങ്ങനെ horizontal ഇരിക്കുന്ന ഒരേ ഒരു long bone ഉണ്ടാവുള്ളൂ clavicle. so കുറെ single only bones ആണ് clavicle എന്ന് നമുക്ക് പറയാൻ പറ്റും. only long bone lies horizontally. It is the first bone to start ossify. It is only long bone which ossifies in membrane. Only long bone which has two primary center of ossification. so നമ്മൾ മൂന്ന് only എന്തിനകത്ത് പഠിച്ചു? clavicle പഠിച്ചു. It is the only long bone that lies horizontally. It is the only long bone which ossifies in membrane. It is the only long bone which has two primary centers of ossification. പിന്നെ അതിന്റെ fracture എങ്ങനെയായിരിക്കും? commonly fractured by falling on an outstretched hand. ഇനി ഈ clavicle may be congenitally absent or imperfectly developed. ഒരു disease condition clinical anatomy പറയുന്നതാണ് clavicle congenitally absent ഓ അല്ലെങ്കിൽ അതിന്റെ imperfectly developed ആയിരിക്കാം. ആ കണ്ടീഷനെ പറയുന്ന സോറി ഒരു മിനിറ്റ്, ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ക്ലെയ്ഡോക്രേനിയൽ ഡിസ്റ്റോഷിയാസ്. ക്ലെയ്ഡോക്രേനിയൽ ഡിസ്റ്റോഷ്യ അത് കൺജനറ്റലി ആബ്സെന്റ് അല്ലെങ്കിൽ imperfectly developed clavicle ആയിരിക്കും. It is called as cleidocranial dystocias. ഇവിടെ എന്ത് പറ്റും? ഷോൾഡർ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ഷോൾഡർ ഡ്രോപ്പ് ആൻഡ് ക്യാൻ ബി അപ്രോക്സിമേറ്റ് ആന്റീരിയർലി ഇൻ ഫ്രണ്ട് ഓഫ് ദി ചെസ്റ്റ്. മുന്നോട്ടായിരിക്കും ആ ഒരു ഷോൾഡർ ഡ്രോപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് cleidocranial dystocia. so that is all about clavicle. next scapula നോക്കുവാണെങ്കിൽ scapula endochondral ossification is seen in scapula. scapula കാണുന്ന എങ്ങനത്തെ ആയിരിക്കും? endochondral ossification ആയിരിക്കും. that is നമ്മുടെ indirect ossification ആയിരിക്കും സ്കാപ്പുലയിൽ ഉണ്ടായിരിക്കുക. സ്കാപ്പുലയുടെ സ്ട്രക്ചേഴ്സ് നോക്കുവാണെങ്കിൽ സ്കാപ്പുലയ്ക്ക് മൂന്ന് ബോർഡേഴ്സ് ഉണ്ടായിരിക്കും. രണ്ട് സർഫേസസ് ഉണ്ടായിരിക്കും സ്കാപ്പുലയ്ക്ക്. ഏതൊക്കെയായിരിക്കും? കോസ്റ്റൽ സർഫസ് ആൻഡ് ഡോർസൽ സർഫസ്. മുന്നിലും ബാക്കിലും. കോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നോട്ട് നിൽക്കുന്ന നമ്മുടെ സർഫസ് ആയിരിക്കും ആൻഡ് ഡോർസൽ സർഫസ്. ദെൻ 3 ബോർഡേഴ്സ് ഉണ്ടായിരിക്കും സ്കാപ്പുലയ്ക്ക് ആൻഡ് 3 ആംഗിൾസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയായിരിക്കും സ്കാപ്പുലയുടെ 3 ബോർഡേഴ്സ് നോക്കുവാണെങ്കിൽ സുപ്പീരിയർ ബോർഡർ, ലാറ്ററൽ ബോർഡർ ആൻഡ് മീഡിയൽ ബോർഡർ. അങ്ങനെ 3 ബോർഡേഴ്സ് ഉണ്ടായിരിക്കും സ്കാപ്പുലയ്ക്ക്. സുപ്പീരിയർ ബോർഡർ, ലാറ്ററൽ ബോർഡർ ആൻഡ് മീഡിയൽ ബോർഡർ. 3 ആംഗിൾസ് ഉണ്ടായിരിക്കും സ്കാപ്പുലയ്ക്ക്. superior, inferior and lateral angle. ഞാൻ ഇത് പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പിക്ചറോടെ കാണിച്ചിട്ട് പറയാം ഏതൊക്കെയായിരിക്കാം ബോർഡേഴ്സ് ആൻഡ് ആംഗിൾസ്. സോ 2 സർഫസ് ഉണ്ട് സ്കാപ്പുലയ്ക്ക്, ഡോർസൽ സർഫസ് ആൻഡ് കോസ്റ്റൽ സർഫസ്. 3 ബോർഡേഴ്സ് ഉണ്ട്, സുപ്പീരിയർ ബോർഡർ, ലാറ്ററൽ ബോർഡർ ആൻഡ് മീഡിയൽ ബോർഡർ. 3 ആംഗിൾ ഉണ്ട്, സുപ്പീരിയർ ആംഗിൾ, ഇൻഫീരിയർ ആംഗിൾ ആൻഡ് ലാറ്ററൽ ആംഗിൾ. 3 പ്രോസസ്സസ് ഉണ്ട്, സ്പൈൻ ഓർ സ്പൈനസ് പ്രോസസ്സസ്. അത് എവിടെ കാണും? പോസ്റ്റീരിയറിലായിരിക്കും കാണുന്നത്. ആൻഡ് അതെന്ത് ചെയ്യും? ആ സ്പൈനസ് പ്രോസസ് വാട്ട് ഇറ്റ് വിൽ ഡു, നമ്മുടെ ഡോർസൽ സർഫസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സുപ്രാസ്പൈനസ് ആൻഡ് ഇൻഫ്രാസ്പൈനസ് ഫോസ എന്ന് പറയും. സോ 3 പ്രോസസ്സസ് ഉണ്ട്. ഒന്ന് സ്പൈൻ ഓർ സ്പൈനസ് പ്രോസസ്സസ്. ആ സ്പൈനസ് പ്രോസസ്സസ് നമ്മുടെ ഡോർസൽ സർഫസിനെ സുപ്രാസ്പൈനസ് ആൻഡ് ഇൻഫ്രാസ്പൈനസ് ഫോസ ആയിട്ട് ഡിവൈഡ് ചെയ്യും. Then next is acromion and the third one is coracoid. acromion scapula. Winging of scapula എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയൽ ബോർഡർ ഓഫ് സ്കാപ്പുല അൺഡ്യൂലി പ്രോമിനന്റ് ആയിട്ട് കാണുന്ന കണ്ടീഷൻ ആയിരിക്കും വിങ്ങിങ് ഓഫ് സ്കാപ്പുല പറയുന്നത്. ഇത് എന്ത് കാരണമായിരിക്കും ഉണ്ടാകുന്നത്? പാരാലിസിസ് ഓഫ് ലോങ് തൊറാസിക് നെർവ് ലീഡ്സ് ടു പാരാലിസിസ് ഓഫ് സെറാറ്റസ് ആന്റീരിയർ മസിൽ. അത് കാരണമായിരിക്കും എന്തുണ്ടാകുന്നത്? വിങ്ങിങ് ഓഫ്
scapula ഉണ്ടാകാറുള്ളത്. So winging of scapula is because of paralysis of long thoracic nerve which supplies serratus anterior muscle. So paralysis of serratus anterior muscle കാരണം എന്തുണ്ടാവുന്നു? Unduly prominent medial border of the scapula. It is called as winging of scapula. And this winging of scapula എന്ന് പറയുന്നതായിരിക്കും Porter's paralysis എന്നും പറയും. Why? Because ഇത് ആരിലായിരിക്കും കോമൺ ആയിട്ട് കാണുക? കോമൺ ഇൻ പീപ്പിൾ ക്യാരിങ് ഹെവി വെയ്റ്റ്സ് ഓൺ ഷോൾഡർ. നമ്മുടെ ഷോൾഡറിൽ ഹെവി വെയിറ്റ് എടുക്കുന്ന ആരായിരിക്കും? അധികം പോർട്ടേഴ്സ് ആയിരിക്കും അല്ലെ? സോ അങ്ങനെയുള്ള ആളുകളിലായിരിക്കും ഇത് കോമൺ ആയിട്ട് കാണുക. ബിക്കോസ് അങ്ങനെ ഹെവി വെയിറ്റ് ഷോൾഡറിൽ എടുക്കുന്ന സമയത്തേക്ക് this nerve is exposed to injury and hence it is called as Porter's paralysis. This winging of scapula, it's also called as Porter's paralysis because ഇത് അധികമായിട്ട് ഉണ്ടാകുന്നത് ഷോൾഡറിൽ ഹെവി വെയിറ്റ് എടുക്കുന്ന ആളുകളിലായിരിക്കും. ആ സമയത്തേക്ക് നെർവ് ലോങ് thoracic nerve വന്നിട്ട് which is exposed to injury ആയിരിക്കും and hence it is called as Porter's paralysis. So that's about scapula. Then humerus നമ്മുടെ ലോങ്സ്റ്റ് ബോൺ ഓഫ് ദ അപ്പർ ലിംബ്. അപ്പർ ലിംബിലെ ലോങ്സ്റ്റ് ബോൺ ആയിരിക്കും ഹ്യൂമറസ്. ഹ്യൂമറസിന്റെ പാർട്സ് നോക്കുവാണെങ്കിൽ ഹ്യൂമറസിന് ഒരു അപ്പർ എൻഡ്, ഒരു ലോവർ എൻഡ്, ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഹ്യൂമറസിന്റെ അപ്പർ എൻഡില് എത്ര പാർട്സ് ഉണ്ടാകും? അപ്പർ എൻഡിൽ അഗൈൻ വീണ്ടും പാർട്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഹെഡ് ഉണ്ടാകും, 2 ടൈപ്പ് ഓഫ് നെക്ക് ഉണ്ടാകും, ഒരു അനാറ്റമിക്കൽ നെക്ക്, ഒരു സർജിക്കൽ നെക്ക്, പിന്നെ 2 ലെസർ ട്യൂബക്കിൾ, ഗ്രേറ്റർ ട്യൂബക്കിൾ, ആൻഡ് ഗ്രേറ്റർ ട്യൂബക്കിൾ ഉണ്ടായിരിക്കും. ആ 2 ട്യൂബക്കിളിന്റെയും ഇടയിൽ ഒരു ബൈസിപിറ്റൽ ഗ്രൂവ് ഉണ്ടായിരിക്കും. സോ ഇത്രയായിരിക്കും അപ്പർ എൻഡ്. ഹ്യൂമറസിന് 3 പാർട്ടായിട്ട് നമുക്ക് പറയാം. ഒരു അപ്പർ എൻഡ് ഉണ്ടായിരിക്കും, ഒരു ലോവർ എൻഡ് ഉണ്ടായിരിക്കും, ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പർ എൻഡിന്റെ പാർട്സ് ഒരു ഹെഡ് ഉണ്ടായിരിക്കും, 2 ടൈപ്പ് ഓഫ് നെക്ക് ഉണ്ടായിരിക്കും. ഏതൊക്കെയായിരിക്കും? അനാറ്റമിക്കൽ നെക്ക്, സർജിക്കൽ നെക്ക്, 2 ട്യൂബക്കിൾ ഉണ്ടായിരിക്കും, ഗ്രേറ്റർ ട്യൂബക്കിൾ ആൻഡ് ലെസർ ട്യൂബക്കിൾ. ഈ 2 ട്യൂബക്കിളിന്റെ ഇടയിൽ ഒരു ഗ്രൂവ് ഉണ്ടായിരിക്കും, കോൾഡ് ആസ് ബൈസിപിറ്റൽ ഗ്രൂവ്. So what is the difference between anatomical neck and surgical neck? എന്താണ് anatomical neck, എന്താണ് surgical neck? Anatomical neck എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഹെഡ് ഉണ്ടാകും, അപ്പർ എൻഡിൽ തന്നെ ഒരു ഹെഡ് ഉണ്ടാകും. സോ ആ ഹെഡിനെയും അപ്പർ എൻഡിന്റെ റിമൈനിങ് പോർഷനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടായിരിക്കും. അതിനെയായിരിക്കും anatomical neck എന്ന് പറയുന്നത്. So the line separating the head from the rest of the upper end is called as anatomical neck. ഒരു അപ്പർ എൻഡില് ഹെഡ് ഉണ്ടാകും, അനാറ്റമിക്കൽ നെക്ക്, സർജിക്കൽ നെക്ക്, 2 ട്യൂബക്കിൾ ഉണ്ട്, അവിടെ ഒരു സൾക്കസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ആ ഹെഡിനെയും അപ്പർ എൻഡിന്റെ റിമൈനിങ് പോർഷനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനെ ആയിരിക്കും അനാറ്റമിക്കൽ നെക്ക് എന്ന് പറയുക. വൈൽ ദ ഓൾ ടുഗദർ അപ്പർ എൻഡ് ആൻഡ് ദ ഷാഫ്റ്റ്, അതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനെ ആയിരിക്കും സർജിക്കൽ നെക്ക് എന്ന് പറയുക. 2 നെക്കുണ്ട്, അനാറ്റമിക്കൽ നെക്ക്, സർജിക്കൽ നെക്ക്. അപ്പർ എൻഡിൽ തന്നെ ഉള്ള ഹെഡിനെ ദ റിമൈനിങ് പോർഷൻ ഓഫ് അപ്പർ എൻഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനെ പറയുന്നതായിരിക്കും അനാറ്റമിക്കൽ നെക്ക്. വൈൽ ദ ഹോൾ അപ്പർ എൻഡ് ഷാഫ്റ്റ്, അതിനെ രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു നാരോ ലൈനെ പറയുന്നതായിരിക്കും സർജിക്കൽ നെക്ക്. ദെൻ ഞാൻ പറഞ്ഞു 2 ട്യൂബക്കിൾ ഉണ്ടായിരിക്കും, ലെസർ ആൻഡ് ഗ്രേറ്റർ ട്യൂബക്കിൾ. അതിന്റെ ഇടയ്ക്കുള്ള ഇന്റർ ട്യൂബക്കുലർ സൾക്കസ് അല്ലെങ്കിൽ ബൈസെപിറ്റൽ ഗ്രൂവ്. അവിടെ ഒരു 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലേഡി ബിറ്റ്വീൻ 2 മേജർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ മസ്കുലർ അറ്റാച്ച്മെന്റ് ടു ദാറ്റ് ബൈസെപിറ്റൽ ഗ്രൂവിനെ ആയിരിക്കും എ ലേഡി ബിറ്റ്വീൻ 2 മേജേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പെക്ട്രാൽ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. പെക്ട്രാലിസ് മേജർ അറ്റാച്ച് ടു ദ ലാറ്ററൽ ലിപ്പ്, ടെറീസ് മേജർ അറ്റാച്ച് ടു ദ മീഡിയൽ ലിപ്പ്, ആൻഡ് ഇടയിൽ വരുന്ന ഫ്ലോറിൽ എന്തായിരിക്കും വരുന്നത്? ലാറ്റിസ്മസ് ഡോസി. എ ലേഡി ബിറ്റ്വീൻ 2 മേജേഴ്സ്, laterally pectoralis major, medially teres major, and on the floor latissimus dorsi will come. ഇനി അതിന്റെ ക്ലിനിക്കൽ അനാറ്റമി നോക്കുവാണെങ്കിൽ ഹ്യൂമറസിന് ഫ്രാക്ചർ ഉണ്ടാകുകയാണെങ്കിൽ 3 നെർവ്സ് ആയിരിക്കും ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്, അക്കോർഡിംഗ് ടു ദ പൊസിഷൻ. എവിടെയാണോ ഫ്രാക്ചർ ഉണ്ടായിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. സോ സർജിക്കൽ നെക്കിലാണ് ഫ്രാക്ചർ ഉണ്ടാവുന്നതെങ്കിൽ ആക്സിലറി നെർവിനായിരിക്കും ഇഞ്ചുറി ഉണ്ടാകുക. റേഡിയൽ ഗ്രൂവ്, ഇത് രണ്ടും റേഡിയൽ ഗ്രൂവ് ആൻഡ് മീഡിയൽ ഗ്രൂവ് എവിടെ കാണും? അതിന്റെ ഷാഫ്റ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ റേഡിയൽ ഗ്രൂവിലാണ് ഇഞ്ചുറി ഉണ്ടാവുന്നതെങ്കിൽ റേഡിയൽ നെർവും, ബിഹൈൻഡ് ദ മീഡിയൽ ഗ്രൂവിലാണ് ഇഞ്ചുറി ഉണ്ടാവുന്നതെങ്കിൽ അൾനാർ നെർവിനുമായിരിക്കും ഇഞ്ചുറി ഉണ്ടാകുക ഡ്യൂറിംഗ് ദ ഹ്യൂമറസ് ഫ്രാക്ചർ. ആൻഡ് കോമണസ്റ്റ് സൈറ്റ് ഓഫ് ഫ്രാക്ചർ ഇൻ ഹ്യൂമറസ് നോക്കുവാണെങ്കിൽ
സർജിക്കൽ നെക്ക്, അത് കഴിഞ്ഞ് ഷാഫ്റ്റ്, ദെൻ സുപ്രാകോണ്ടൈലർ റീജിയൻ. ഇവിടെ ആയിരിക്കും ഇഞ്ചുറി ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉള്ളത്. ദെൻ സോ ഇത്രയായിരിക്കും ഹ്യൂമറസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഹ്യൂമറസ് ആയിരിക്കും നമ്മുടെ ലോങ്സ്റ്റ് വൺ ഓഫ് ദ അപ്പർ ലിമ്പിലുള്ള ലോങ്സ്റ്റ് ബോൺ ഹ്യൂമറസ് ആയിരിക്കും. അതിന്റെ എന്തൊക്കെ പാർട്സ് ഉള്ളത് നോക്കുവാണെങ്കിൽ ഒരു അപ്പർ എൻഡ് ഉണ്ടാവും, ഒരു ഷാഫ്റ്റ് ഉണ്ടാവും, ഒരു ലോവർ എൻഡ് ഉണ്ടാവും. അപ്പർ എൻഡിൽ വീണ്ടും പാർട്സ് നോക്കുവാണെങ്കിൽ ഹെഡ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് നെക്ക്, സർജിക്കൽ നെക്ക് ആൻഡ് അനാറ്റമിക്കൽ നെക്ക്, 2 ട്യൂബക്കിൾ ഉണ്ടായിരിക്കും, ഗ്രേറ്റർ ആൻഡ് ലെസർ ട്യൂബക്കിൾ, അതിന്റെ ഇടയിലുള്ള ബൈസിപിറ്റൽ ഗ്രൂവ്. ഇത്രയായിരിക്കും അപ്പർ എൻഡിന്റെ പാർട്സ്. സോ അനാറ്റമിക്കൽ ആൻഡ് സർജിക്കൽ നെക്ക് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അനാറ്റമിക്കൽ നെക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലൈൻ സെപ്പറേറ്റിംഗ് head from the rest of the upper end. It is anatomical neck, while a narrow line separating upper end of humerus from shaft of the humerus is called a surgical neck. 2 ട്യൂബക്കിൾ ഉണ്ടായിരിക്കും, ലെസർ ആൻഡ് ഗ്രേറ്റർ ട്യൂബക്കിൾ എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിലുള്ള ഗ്രൂവ് ആയിരിക്കും എന്ത്, ബൈസിപിറ്റൽ ഗ്രൂവ്. അവിടുത്തെ മസ്കുലർ അറ്റാച്ച്മെന്റ് നോക്കുവാണെങ്കിൽ എ ലേഡി ബിറ്റ്വീൻ 2 മേജർ. സോ ലാറ്ററൽ ലിപ്പിൽ ഏതായിരിക്കും, പെക്ടോറലിസ് മേജർ, medial ലിപ്പിൽ ടെറീസ് മേജർ, ആൻഡ് ഓൺ ദ ഫ്ലോർ ലാറ്റിസ്മസ് ഡോർസി ആയിരിക്കും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകുക. അതിന്റെ ഷാഫ്റ്റ് നോക്കുവാണെങ്കിൽ ഷാഫ്റ്റിന് 3 ബോർഡറും 3 സർഫസും ആയിരിക്കും ഉണ്ടാകുക. What are the borders? Anterior, lateral and medial. Surfaces are anterolateral, anteromedial and posterior surface. 3 ബോർഡർ ഉണ്ടായിരിക്കും, anterior border, then ഒരു medial and lateral border. സർഫസ് നോക്കുവാണെങ്കിൽ 3 സർഫസ് ഉണ്ടായിരിക്കും, ആൻഡ്രോലാറ്ററൽ സർഫസ്, ആൻഡ്രോമീഡിയൽ സർഫസ് ആൻഡ് ഒരു പോസ്റ്റീരിയർ സർഫസ്. ദെൻ ക്ലിനിക്കൽ അനാറ്റമി നോക്കുവാണെങ്കിൽ 3 നെർവ്സ് ലയബിൾ ടു ഇഞ്ചുറി ആയിരിക്കും. ഏതൊക്കെയായിരിക്കും, അതിന്റെ പൊസിഷൻ എവിടെയൊക്കെയാണോ ഫ്രാക്ചർ ഉണ്ടാകുന്നത് ഹ്യൂമറസിൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 3 നെർവ്സ് ആയിരിക്കും ഇഞ്ചേർഡ് ആകുക. സർജിക്കൽ നെക്കിലാണ് ഇഞ്ചുറി ഉണ്ടാകുന്നതെങ്കിൽ ആക്സിലറി നെർവ്, റേഡിയൽ ഗ്രൂവിലാണ് ഇഞ്ചുറി ഉണ്ടാകുന്നെങ്കിൽ റേഡിയൽ നെർവ്, മീഡിയൽ ഗ്രൂവിന് ബിഹൈൻഡ് ആയിട്ടാണെങ്കിൽ അൾനാർ നെർവിനായിരിക്കും ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. കോമണസ്റ്റ് സൈറ്റ് ഓഫ് ഫ്രാക്ചർ എവിടെയായിരിക്കും, സർജിക്കൽ നെക്ക്, ദെൻ ഫോളോഡ് ബൈ ഷാഫ്റ്റ് ആൻഡ് സുപ്രാകോണ്ടൈലർ റീജിയൻ. സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും, ഒരു ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ ഇഞ്ചുറി വീഴുകയാണെങ്കിലായിരിക്കും സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ആൻഡ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം മീഡിയൻ നെർവ് ആയിരിക്കും ഇഞ്ചുറി ഉണ്ടാവാൻ ലയബിൾ ആയിട്ട്. ദെൻ റേഡിയസ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈസ് റേഡിയൽ ആർട്ടറി പാൽപേഷൻ. റേഡിയൽ ആർട്ടറി പാൽപേറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും, റേഡിയൽ ആർട്ടറി ഈസ് പാൽപേറ്റഡ് ആസ് റേഡിയൽ പൾസ്, ലോവർ എൻഡ് ഓഫ് ആന്റീരിയർ പാർട്ട് ഓഫ് റേഡിയസ്. റേഡിയസിന്റെ ലോവർ പാർട്ടില് ആന്റീരിയർ സർഫസില് lateral to the tendon of flexor carpi radialis. Flexor carpi radialis tendon lateral ആയിട്ട് റേഡിയസിന്റെ ലോവർ എൻഡില് ആന്റീരിയർ സർഫസിലായിരിക്കും നമ്മൾ റേഡിയൽ ആർട്ടറി പാൽപേറ്റ് ചെയ്ത് റേഡിയൽ പൾസ് മെഷർ ചെയ്യണത്. ദെൻ 2 ടൈപ്പ് ഓഫ് ഫ്രാക്ചർ റേഡിയസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. 2 types of fracture. One is Colles fracture, the other one is Smith fracture. Colles fracture എന്ന് പറയുകയാണെങ്കിൽ Colles fracture ഉണ്ടാകുന്നത് 2 centimeter above the lower end. താഴേന്ന് 2 centimeter മേലോട്ടായിരിക്കും റേഡിയസിൽ ഈ കോളീസ് ഫ്രാക്ചർ ഉണ്ടാകുന്നത്. കോളീസ് ഫ്രാക്ചർ ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും, ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ വീഴുകയാണെങ്കിൽ, കൈ ഔട്ട്സ്ട്രെച്ച്ഡ് ആയിട്ട് വീഴുകയാണെങ്കിലായിരിക്കും കോളീസ് ഫ്രാക്ചർ ഉണ്ടാകുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്മിത്ത് ഫ്രാക്ചർ. സ്മിത്ത് ഫ്രാക്ചറിൽ fall on dorsum of the palmar flexed hand. കൈയുടെ പുറം മടങ്ങി, അതായത് ഡോർസം ഓഫ് പാമ ഫ്ലെക്സ്ഡ് ഹാൻഡ്, ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിന്റെ ഡോർസം കുത്തി വീഴുകയാണെങ്കിലായിരിക്കും നമുക്ക് എന്തുണ്ടാകുന്നത്, സ്മിത്ത് ഫ്രാക്ചർ ഉണ്ടാകുന്നത്. സോ കോളീസ് ഫ്രാക്ചർ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ വീഴുകയാണെങ്കിൽ ഉണ്ടാകുന്നതായിരിക്കും കോളീസ് ഫ്രാക്ചർ. വൈൽ fall on a dorsum of palmar flexed ഹാൻഡിൽ വീഴുകയാണെങ്കിൽ, അതായത് നമ്മുടെ കൈ ഫ്ലെക്സ്, നമ്മുടെ റിസ്റ്റിന്റെ ഫ്ലെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും, റിസ്റ്റ് മടങ്ങിയിരിക്കും അല്ലെ, അങ്ങനെ അതിന്റെ ബാക്ക്, ഹാൻഡിന്റെ ബാക്ക് കുത്തി വീഴുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഫ്രാക്ചർ ആയിരിക്കും സ്മിത്ത് ഫ്രാക്ചർ. സോ റേഡിയസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്, റേഡിയൽ ആർട്ടറി പാൽപേറ്റ് ചെയ്യുന്ന എവിടെയാന്ന് പറയണം, ഫ്ലെക്സർ കാർപ്പി ടെൻഡന്റെ ലാറ്ററൽ ആയിട്ട് ആന്റീരിയർ സർഫസ് ഓഫ് റേഡിയസിന്റെ ലോവർ പാർട്ട് ഓഫ് ആന്റീരിയർ സർഫസ് ഓഫ് റേഡിയസിലായിരിക്കും നമ്മൾ എന്ത് പാൽപേറ്റ് ചെയ്യുന്നത്, റേഡിയൽ ആർട്ടറി
palpate ചെയ്യുന്നത്. Lateral to the tendon of flexa carpi radialis. Then Colles fracture and Smith fracture, two types of fracture. Clinical anatomy le varuna rendu karyangaladaayirikkum. Colles fracture and Smith fracture. Then ഇതിന് ഇതാണ് നമ്മുടെ ഹ്യൂമറസിനെ പോലെ തന്നെ ഒരു അപ്പർ എൻഡ് ഉണ്ടാവും, ഷാഫ്റ്റ് ഒരു ലോവർ എൻഡ് ഉണ്ടാവും. സെയിം അങ്ങനെ തന്നെ പോകുന്നുള്ളത്. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്ത് വരുന്ന ഇത് രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. Then അൾനയെ പറയുന്നത് സ്റ്റെബിലൈസിംഗ് ബോൺ ഓഫ് ഫോറാം എന്നായിരിക്കും. ബിക്കോസ് ദ trochlear notch gripping to the lower end of humerus. അതിന്റെ trochlear notch വന്നിട്ട് lower end of humerus ആയിട്ടുള്ള ഗ്രിപ്പിംഗ് കാരണം അൾനയെ പറയുന്നതായിരിക്കും stabilizing bone of forearm. The stabilizing bone of forearm is ulna because with its trochlear notch gripping the lower end of humerus. അത് കാരണമായിരിക്കും അൾനനെ stabilizing bone of forearm എന്ന് പറയും. അതുപോലെ നമ്മുടെ മുട്ട്, കൈമുട്ട്, എൽബോ കുത്തി വീഴുകയാണെങ്കിൽ എവിടെയായിരിക്കും ഫ്രാക്ചർ ഉണ്ടാകുന്നത്? ഫ്രാക്ചർ ഓൺ ദ ഒളിക്രനോൺ പ്രോസസ്. ഫ്രാക്ചർ ഓൺ ഓഫ് ഒളിക്രനോൺ പ്രോസസ് എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? കോസ്ഡ് ബൈ എ ഫോൾ ഓൺ പോയിന്റ് ഓഫ് ദ എൽബോ. Then Madelung's deformity. Madelung's deformity എന്ന് പറഞ്ഞാല് Madelung deformity ഉണ്ടാകുന്നത് എപ്പോഴാ? റേഡിയസിന്റെ ലോവർ എൻഡ് retarded growth of the lower end of radius. അൾനയ്ക്കല്ല, റേഡിയസിന്റെ ലോവർ എൻഡിന്റെ ഗ്രോത്ത് റിട്ടാർഡ് ആവുന്ന സമയത്തേക്ക് ഒരു ഡോസൽ സബ്ലക്സേഷൻ അല്ലെങ്കിൽ ഒരു ഡോസൽ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടായിരിക്കും ലോവർ എൻഡ് ഓഫ് അൾനയ്ക്ക്. അതിനെ പറയുന്നതായിരിക്കും Madelung's deformity. It is the dorsal subluxation or dislocation of the ulna, lower end of ulna due to retarded growth of lower end of radius. Lower end of radius ന്റെ growth retard ആകുന്ന കാരണം ഒരു ഒരു subluxation of the lower end of ulna ഉണ്ടാകുന്നതിനെ പറയുന്നതായിരിക്കും Madelung deformity. ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു ലോവർ എൻഡ് ഓഫ് അൾനയ്ക്ക്, അതിനായിരിക്കും Madelung's deformity എന്ന് പറയുന്നത്. So that's about ulna. Then carpal bones. Carpal bones നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇതാണ്. She likes to play, try to catch. ആ ഓർഡർ പറയാൻ വേണ്ടിയിട്ട്. So proximal row from lateral to medial അതിന്റെ അറേഞ്ച്മെന്റ് നോക്കുവാണെങ്കിൽ proximal row from lateral to medial, scaphoid, lunate, tracutral, pisiform. Then the distal row trapezium, trapezoid, capitate, hamate. ഇതായിരിക്കും അതിന്റെ ഓർഡർ. ആ ഓർഡർ പഠിക്കാൻ നമ്മൾ ഇത് പഠിച്ചു വെക്കുന്നത്. She likes to play, try to catch. She, S for scaphoid, L for lunate, tracutral, pisiform. Then the distal row trapezium, trapezoid, capitate and hamate. So ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബോൺ ഏതായിരിക്കും? Capitate ആയിരിക്കും. ബോർഡ് ഷേപ്ഡ് കാർപ്പൽ ബോൺ ഈസ് സ്കാഫോൾഡ്. നമ്മുടെ കാർപ്പൽ ബോണില് ഫ്രാക്ചർ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ള അല്ലെങ്കിൽ കോമണസ്റ്റ് ഫ്രാക്ചർ ഓഫ് കാർപ്പൽ ബോൺസ് ഉണ്ടാവുന്നതും സ്കാഫോൾഡ് ബോണിലായിരിക്കും. ദെൻ കാർപ്പൽ ബോണില് സെസമോയിഡ് ആയിട്ടുള്ള ബോൺ, സെസമോയിഡ് ബോൺ എന്തായിരിക്കും? ഒരു ടെൻഡനകത്ത് ഇംബഡ് ആയിട്ടുള്ള ബോൺ ആയിരിക്കും. സോ സെസമോയിഡ് കാർപ്പൽ ബോൺ ഏതായിരിക്കും? പിസിഫോം. ഏത് ടെൻഡനകത്തായിരിക്കും? ടെൻഡൻ ഓഫ് ഫ്ലെക്സാ കാർപ്പി അൾനാരസ്. ടെൻഡൻ ഓഫ് ഫ്ലെക്സാ കാർപ്പി അൾനാരസിനകത്തായിരിക്കും ഏത് ബോൺ കാണുന്നത്? പിസിഫോം കാണുന്നത്. Then metacarpals. Metacarpalsന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഫ്രാക്ചേഴ്സ് ഓഫ് മെറ്റാകാർപ്പൽ, അതായത് നമ്മുടെ ഫസ്റ്റ് മെറ്റാകാർപ്പലിന്റെ ബേസിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറിനെ പറയുന്നതായിരിക്കും ബെന്നറ്റ്സ് ഫ്രാക്ചർ. ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോണിന്റെ ബേസ് ഓഫ് ഫസ്റ്റ് മെറ്റാകാർപ്പലിന്റെ ഫ്രാക്ചറിനെ പറയുന്നതായിരിക്കും ബെന്നറ്റ്സ് ഫ്രാക്ചർ. ദെൻ TB അല്ലെങ്കിൽ സിഫിലിസ് ഡിസീസ് ഓഫ് മെറ്റാസ്റ്റാസിൽ എപ്പോഴും ഉണ്ടാകുന്ന എവിടെയായിരിക്കും? മിഡിൽ ഓഫ് ദ ഡയാഫൈസിസിലായിരിക്കും TB അല്ലെങ്കിൽ സിഫിലിസിസ് ഒക്കെ ഉണ്ടാകണമെന്നായിരിക്കും. അതിന്റെ മെറ്റാകാർപ്പലിൽ ഒരു ഇമ്പോർട്ടന്റ് ആ രണ്ട് ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ ഫലാഞ്ചസ് 40 നമ്പർ ഈച്ച്, രണ്ട് കയ്യിലും 40 നമ്പർ വെച്ചിട്ടുണ്ടാകും. എല്ലാ ഫിംഗേഴ്സിലും 3 എക്സെപ്റ്റ് തമ്പ്, തമ്പിൽ മാത്രം 2 ഫലാഞ്ചസ് ആയിരിക്കും ഉണ്ടാകുക. സോ ഇതായിരിക്കും നമ്മുടെ ബോൺസ് ഓഫ് അപ്പർ ലിംബ്. ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. ക്ലാവിക്കിൾ, ക്ലാവിക്കിൾ നമ്മൾ 3 ഒള്ളി പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഒള്ളി ലോങ് ബോൺ വിച്ച് ലൈസ് ഹൊറിസോണ്ടലി, വിച്ച് ഈസ് ദ ഒള്ളി ലോങ് ബോൺ ഹാസ് 2 primary center of ossification, which is the only long bone which ossifies in membrane. ഇത് മൂന്നും നമ്മൾ ക്ലാവിക്കിളിൽ പറഞ്ഞു.
ക്ലാവിക്കിളിന്റെ രണ്ട് ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, രണ്ട് എൻഡ്സ് ഉണ്ടായിരിക്കും. ലാറ്ററൽ എൻഡ് ആരുമായിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ലാറ്ററൽ എൻഡ് ജോയിൻസ് വിത്ത് ദ acromion process of scapula, while median end joins with the നമ്മുടെ സ്റ്റേർണോ ആയിട്ട് ജോയിൻ ചെയ്ത് സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിൻസ് ഫോം ചെയ്യും. ദെൻ കോമണസ്റ്റ് ഫ്രാക്ചർ ഉണ്ടാകുന്നത് ബൈ ഫോളിംഗ് ഓൺ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ വീഴുമ്പോഴത്തേക്കായിരിക്കും ഫ്രാക്ചർ ഉണ്ടാകുക എന്ന് പറഞ്ഞു. ദെൻ സ്കാപ്പുലയ്ക്ക് നമ്മൾ പറഞ്ഞു സ്കാപ്പുലയ്ക്ക് രണ്ട് സർഫേസ് ഉണ്ടാവും, 3 ബോർഡർ ഉണ്ടായിരിക്കും, 3 ആംഗിൾ ഉണ്ടായിരിക്കും. 2 സർഫേസ് ഈസ് കോസ്റ്റൽ ആൻഡ് ഡോർസൽ സർഫേസ്. 3 ബോർഡർ ഉള്ളത് സുപ്പീരിയർ ബോർഡർ, മീഡിയൽ ബോർഡർ ആൻഡ് ലാറ്ററൽ ബോർഡർ. 3 ആംഗിൾ ഉള്ളത് superior angle, inferior angle and lateral angle. 3 processes ഉണ്ടായിരിക്കും. Spine or spinaceous process which separate നമ്മുടെ dorsal surface നെ supraspinous and infraspinous fossa ആയിട്ട് classify ചെയ്യും. Then acromion process, then coracoid process. ഇത് 3 process ആയിരിക്കും നമ്മുടെ സ്കാപ്പുലയിൽ ഉള്ളത്. Then winning of scapula എന്ന് പറഞ്ഞാൽ unduly നമ്മുടെ മീഡിയൽ ബോർഡർ പ്രോമിനന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും വിങ്ങിങ് ഓഫ് സ്കാപ്പുല പറയുന്നത്. എന്തിന്റെ പാരാലിസിസ് കാരണമായിരിക്കും വിങ്ങിങ് ഓഫ് സ്കാപ്പുല ഉണ്ടാകുന്നത്? ബിക്കോസ് ഓഫ് പാരാലിസിസ് ഓഫ് ലോങ് thoracic nerve, ഇറ്റ് ലീഡ്സ് ടു പാരാലിസിസ് ഓഫ് സെറാറ്റസ് ആന്റീരിയർ മസിൽ. അത് കാരണമായിരിക്കും വിങ്ങിങ് ഓഫ് സ്കാപ്പുല ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പോർട്ടേഴ്സ് പാരാലിസിസ്. ഇത് അധികം ബിക്കോസ് അധികം ഉണ്ടാകുന്നത് ഷോൾഡറിലോട്ട് വെയിറ്റ് അധികം എടുക്കുന്നവരിലായിരിക്കും. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം ദ നെർവ് ഈസ് എക്സ്പോസ്ഡ് ടു ഇഞ്ചുറി. അതുകൊണ്ടായിരിക്കും അതിനെ പോർട്ടേഴ്സ് പാരാലിസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് സ്കാപ്പുല. ദെൻ ഹ്യൂമറസ് നമ്മുടെ ബോഡിയിലെ അപ്പർ ലിംബിന്റെ ലോങ്സ്റ്റ് ബോൺ ആയിരിക്കും ഹ്യൂമറസ്. ഹ്യൂമറസിനെ 3 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഒരു അപ്പർ എൻഡ് ഉണ്ടാവും, ഒരു ഷാഫ്റ്റ് ഉണ്ടാവും, ഒരു ലോവർ എൻഡ് ഉണ്ടാവും. അപ്പർ എൻഡിൽ ഒരു ഹെഡ് ഉണ്ടാവും, 2 നെക്ക് ഉണ്ടാവും, അനാറ്റമിക്കൽ ആൻഡ് സർജിക്കൽ നെക്ക്. 2 ഗ്രേറ്റർ ആൻഡ് ലെസർ ട്യൂബക്കിൾ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഒരു ബൈസെപ്പിറ്റൽ ഗ്രൂവ് ഉണ്ടായിരിക്കും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അനാറ്റമിക്കൽ ആൻഡ് സർജിക്കൽ നെക്ക് എന്ന് പറഞ്ഞു. അനാറ്റമിക്കൽ നെക്ക് എന്ന് പറഞ്ഞാൽ ഹെഡിനെ ദ റിമൈനിങ് പാർട്ട് ഓഫ് അപ്പർ എൻഡിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈനെ ആയിരിക്കും അനാറ്റമിക്കൽ നെക്ക് എന്ന് പറയുന്നത്. വൈൽ സർജിക്കൽ നെക്ക് എന്ന് പറഞ്ഞാൽ ദ ഹോൾ അപ്പർ എൻഡിനെ ഷാഫ്റ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനെ ആയിരിക്കും സർജിക്കൽ നെക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ബൈസെപ്പിറ്റൽ ഗ്രൂവിലുള്ള മസ്കുലർ അറ്റാച്ച്മെന്റ് പറഞ്ഞു. ലാറ്ററൽ ലിപ്പില് പെക്ട്രാലിസ് മേജർ, മീഡിയൽ ലിപ്പില് ടെറീസ് മേജർ. അതിന് രണ്ടിന്റെ ഇടയ്ക്ക് ലാറ്റിസ്മസ് ഡോസിവൽക്കം ഓൺ ദ ഫ്ലോർ. ക്ലിനിക്കൽ അനാറ്റമി നോക്കുവാണെങ്കിൽ 3 nerves are liable to injures in humerus fracture. Depend on the site. എവിടെയാണോ ഫ്രാക്ചർ ഉണ്ടാകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 3 nervesന് ഇഞ്ചുറി ഉണ്ടാകാം. സർജിക്കൽ നെക്കിലാണ് ഇഞ്ചുറി ഉണ്ടാകുന്നതെങ്കിൽ ആക്സിലറി നെർവ്, റേഡിയൽ ഗ്രൂവിലാണെങ്കിൽ റേഡിയൽ നെർവ്, ബിഹൈൻഡ് ദ മീഡിയൽ ഗ്രൂവ് ആണെങ്കിൽ അൾനാർ നെർവ്. ഇനി സുപ്ര കോണ്ടൈല ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ഫോളോണെ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ വീഴുമ്പോഴത്തേക്കായിരിക്കും സുപ്ര കോണ്ടൈല ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ആൻഡ് അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇഞ്ചുറി ടു മീഡിയൻ നെർവ് ആയിരിക്കും. ദെൻ റേഡിയസ് നോക്കുവാണെങ്കിൽ റേഡിയൽ ആർട്ടറി പാൽപേഷൻ നമ്മൾ പറഞ്ഞു എവിടെയായിരിക്കും? ലോവർ പാർട്ട് ഓഫ് ആന്റീരിയർ സർഫസ് ഓഫ് റേഡിയസിലായിരിക്കും റേഡിയൽ ആർട്ടറി പാൽപേറ്റ് ചെയ്യുന്നത്. ലാറ്ററൽ ടു ഫ്ലെക്സാ കാർപ്പി റേഡിയാലിസ് ടെൻഡൻ. 2 ടൈപ്പ് ഓഫ് ഫ്രാക്ചർ പറഞ്ഞു, കോളീസ് ഫ്രാക്ചർ ആൻഡ് സ്മിത്ത് ഫ്രാക്ചർ. ദെൻ അൾന പറഞ്ഞു, അൾന ഇസ് ദ സ്റ്റെബിലൈസിംഗ് ബോൺ ഓൺ ഫോറാം ബിക്കോസ് ഓഫ് ദ ട്രോക്ലിയർ ആണ് നമ്മുടെ ഹ്യൂമറസിന്റെ ലോവർ എൻഡുമായിട്ട് ഗ്രിപ്പിംഗ് ഉണ്ടായിരിക്കും ട്രോക്ലിയർ ആയിട്ട്. അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റെബിലൈസിംഗ് ബോൺ ഓഫ് ഫോറാം എന്ന് പറയുന്നു. കൈയുടെ എൽബോയുടെ ടിപ്പ് കുത്തി വീഴുകയാണെങ്കിൽ ഫ്രാക്ചർ ഓഫ് ഒളിക്രോൺ പ്രോസസ് ഉണ്ടാകാം. ദെൻ അവിടെ ഉണ്ടാകുന്ന ഡിഫോമിറ്റി ആണ് മെയ്ഡ് ലെങ് ഡിഫോമിറ്റി എന്ന് പറയും. മെയ്ഡ് ലെങ് ഡിഫോമിറ്റി എന്ന് വെച്ചാൽ ഒരു ഡോസൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ലോവർ എൻഡ് ഓഫ് അൾന. അൾനയുടെ ലോവർ എൻഡിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഉണ്ടാവുന്നു? റേഡിയസിന്റെ ലോവർ എൻഡ് കംപ്ലീറ്റ് ആയിട്ട് അത് ഫോം ആയിട്ടില്ല. റിട്ടാർഡഡ് ഗ്രോത്ത് ഓഫ് ലോവർ എൻഡ് ഓഫ് റേഡിയസ് കാരണം അൾനയുടെ ലോവർ എൻഡ് ഡിസ്പ്ലേസ് ആകുന്നു. അതിനെ പറയുന്നതായിരിക്കും മെയ്ഡ് ലെങ് ഡിഫോമിറ്റി. ദെൻ കാർപ്പൽ ബോൺസ്, ആ ഓർഡർ ലൈനിന്റെ നമ്പർ പറഞ്ഞു. ദെൻ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കാർപ്പൽ ബോൺ ഈസ് ക്യാപിറ്റേറ്റ് ആയിരിക്കും.
ബോട്ട് ഷേപ്ഡ് ആയിട്ടുള്ള കാർപ്പൽ ബോൺ ഈസ് സ്കാഫോയിഡ്. സ്കാഫോയിഡ് തന്നെ ആയിരിക്കും. ഫ്രാക്ചർ ഉണ്ടാകാൻ അധികം ചാൻസ് ഉള്ള കാർപ്പൽ ബോൺ ഈസ് സ്കാഫോയിഡ്. ദെൻ സെസമോയിഡ് കാർപ്പൽ ബോൺ ഏതായിരിക്കും? പിസിഫോം. ഏത് ടെൻഡനിലായിരിക്കും കാണുന്നത്? ടെൻഡൻ ഓഫ് ഫ്ലെക്സ കാർപ്പി അൾനാരസ്. ദെൻ മെറ്റാകാർപ്പൽ ഫ്രാക്ചർ ഓഫ് ബേസ് ഓഫ് ഫസ്റ്റ് മെറ്റാകാർപ്പൽ ബോണ്ട് എന്ന് പറയുന്നതായിരിക്കും ബെന്നറ്റ് ഫ്രാക്ചർ. ടി ബി അല്ലെങ്കിൽ സിഫിലിസ് ഓഫ് മെറ്റാകാർപ്പൽസ് എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? ഡയഫൈസിന്റെ മിഡിലായിട്ടായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്. ദെൻ ഫലാഞ്ചസ് നമ്പർ 14 ഇൻ ഈച്ച് ഹാൻഡ് ഉണ്ടായിരിക്കും. 3 for each finger എക്സെപ്റ്റ് തമ്പ്. അതിന് രണ്ടെണ്ണായിരിക്കും ഉണ്ടാക്കുക. സോ ഈ 3 കാര്യങ്ങളൂടെ കാണിച്ചു തരാം. ഇതിനെയാണ് കാണാൻ പറ്റുന്നുണ്ടോ? ഇസ് ഇറ്റ് വിസിബിൾ? ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, പക്ഷെ ക്ലിയർ ആകുന്നില്ല. ക്ലിയർ അല്ല. ഇപ്പോഴോ? അല്ല, ക്ലിയർ അല്ല ആമിന. പടം കാണാം, പക്ഷെ എഴുതിയിരിക്കുന്നതൊന്നും വായിക്കാൻ പറ്റുന്ന രീതിയിലല്ല. പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞു. ആ ഹാൻഡിന്റെ ഡീഫോമിറ്റി കാണിക്കുകയാണ് ഞാൻ. അത് കാണുന്നുണ്ട്. ഇതിനാണ് മെയ്ഡ്ലങ് ഡീഫോമിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അൾന വന്നിട്ട് നമ്മുടെ റേഡിയസിന്റെ ലോവർ എൻഡില് ഒരു ഡീഫോമിറ്റി അല്ലെങ്കിൽ റേഡിയസിന്റെ ലോവർ എൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആകാത്ത കാരണം അൾന ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നതിനായിരിക്കും. അൾനയുടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് അൾനയുടെ ലോവർ എൻഡ് ഉണ്ടാകുന്നതിനായിരിക്കും മെയ്ഡ്ലങ് ഡീഫോമിറ്റി എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ലോവർ എൻഡ് ഓഫ് റേഡിയസ് റിട്ടാർഡ് ഗ്രോത്ത് ഓഫ് ലോവർ എൻഡ് ഓഫ് റേഡിയസ് കാരണം അൾനയ്ക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് മെയ്ഡ്ലങ് ഡീഫോമിറ്റി. അതായിരിക്കും ഇത്. അതുപോലെ ഞാൻ സ്കാപ്പുലയുടെ കാര്യം പറഞ്ഞാന്ന് പറഞ്ഞായിരുന്നു. സ്കാപ്പുലയുടെ ബോർഡേഴ്സ് കാണിക്കാനായിരുന്നു. ഇത് കാണുന്നുണ്ടോ സർ? കാണുന്നുണ്ട്. സോ സ്കാപ്പുലയ്ക്ക് 3 ബോർഡേഴ്സ് ഉണ്ടായിരിക്കും, 3 ആംഗിൾസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ ഇതായിരിക്കും സ്കാപ്പുലയുടെ സുപ്പീരിയർ ബോർഡർ. ഇതാണ് സുപ്പീരിയർ ബോർഡർ. ദിസ് ഈസ് ദ മീഡിയൽ ബോർഡർ. മീഡിയൽ ബോർഡർ എങ്ങോട്ടിരിക്കും? നമ്മുടെ വെർട്ടിബ്രേനെ ഫേസ് ചെയ്തിരിക്കുന്നതായിരിക്കും മീഡിയൽ ബോർഡർ. ആൻഡ് ദിസ് ഈസ് ദ ലാറ്ററൽ ബോർഡർ ഓഫ് സ്കാപ്പുല. ഇതായിരിക്കും superior border, this is the medial border, and this is the lateral border. ഇനി 3 ആംഗിൾ ഉണ്ടായിരിക്കും, superior angle, inferior angle, and ഇവിടെ വരെ നമ്മുടെ lateral angle. So ഇതായിരിക്കും 3 angles of the scapula. And 3 പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ കാണാം. ഇതാണ് അക്രോമിയൻ പ്രോസസ്. ദെൻ ഇത് കൊറക്കോയിഡ് പ്രോസസ്. അക്രോമിയൻ പ്രോസസ്സുമായിട്ടായിരിക്കും നമ്മുടെ ക്ലാവിക്കിൾ വന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് അക്രോമിയൻ പ്രോസസ്സുമായിട്ടായിരിക്കും. ദെൻ ഹിയർ ഇറ്റ് ഈസ് കൊറക്കോയിഡ് പ്രോസസ്. ആൻഡ് അതിന്റെ പോസ്റ്റീരിയർലി അല്ലെങ്കിൽ അതിന്റെ ഡോർസൽ സൈഡിലായിരിക്കും എന്ത് കാണുന്നത്? നമ്മുടെ തേർഡ് പ്രോസസ്, ദാറ്റ് ഈസ് ദ സ്പൈനസ് പ്രോസസ്. ഇതായിരിക്കും സ്പൈനസ്. ഈ ഒരു ലൈൻ പോലെ കാണുന്നതായിരിക്കും സ്പൈനസ് പ്രോസസ്. സ്പൈനസ് പ്രോസസ് നമ്മുടെ ഡോർസൽ സർഫസിനെ 2 ഫോഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. സുപ്രാ സ്പൈനസ് ഫോഴ്സ ആൻഡ് ഇൻഫ്രാ സ്പൈനസ് ഫോഴ്സ. സോ 3 സ്പൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്കാപ്പുലയ്ക്ക് 3 ആംഗിൾ ഉണ്ട്, 2 സർഫസ് ഉണ്ട്, 3 ബോർഡേഴ്സ് ഉണ്ട്. ഇത് 3 സുപ്പീരിയർ ബോർഡർ, മീഡിയൽ ബോർഡർ, ലാറ്ററൽ ബോർഡർ, സുപ്പീരിയർ ആംഗിൾ, ഇൻഫീരിയർ ആംഗിൾ ആൻഡ് ഒരു ലാറ്ററൽ ആംഗിൾ ഉണ്ടായിരിക്കും. 3 പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞു. ദിസ് ഈസ് ദ കൊറക്കോയിഡ് പ്രോസസ്. ദിസ് ഈസ് ദ അക്രോമിയൻ പ്രോസസ്. അക്രോമിയൻ പ്രോസസ് ആരുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും? നമ്മുടെ ക്ലാവിക്കിളിന്റെ ലാറ്ററൽ എൻഡുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. ആൻഡ് സ്പൈനസ് പ്രോസസ് ഏത് സൈഡിലാണ് കാണുന്നത്? ഡോർസൽ സർഫസ്, ബാക്കിലായിരിക്കും. ഡോർസൽ സർഫസ് ഓഫ് സ്കാപ്പുലയിലായിരിക്കും കാണുന്നത്. ആൻഡ് സ്പൈനസ് പ്രോസസ് സ്കാപ്പുലയുടെ ഡോർസൽ സർഫസിനെ സുപ്രാ സ്പൈനസ് ആൻഡ് ഇൻഫ്രാ സ്പൈനസ് ഫോഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.